നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ ആ സുപ്രധാന നീക്കം നടന്നു എന്നതിനാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്നത്, മാധ്യമപ്രവർത്തകർ അന്വേഷിക്കുന്നത്. അങ്ങനത്തരത്തിലൊരു നീക്കം നടന്നു എന്ന് തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യം അധിനിവേശ കാശ്മീർ ഉൾപ്പെടെ ഇന്ത്യയുടെ ഭൂപടം പ്രസിദ്ധീകരിക്കുന്നത്. അത് ഈ അടുത്ത കാലത്ത് റഷ്യയായിരുന്നു. റഷ്യ മാത്രമാണ് അധിനിവേശ കാശ്മീരും കൂടി ചേർത്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഭൂപടം പ്രസിദ്ധീകരിച്ചത്. ഇവിടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മന്ത്രിമാരും നേതാക്കളുമൊക്കെ പറയുന്നുണ്ട്. ഈ അടുത്ത സമയത്തും അമിത്ഷാ, അതായത് ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം ദിവസങ്ങൾക്ക് മുമ്പ് അമിത്ഷാ പറഞ്ഞത് ഇന്ത്യയുടെ ഒപ്പം പാക് അധിനിവേശ കാശ്മീർ ഞങ്ങൾ കൂട്ടിച്ചേർക്കുക തന്നെ ചെയ്യുമെന്നാണ്. ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന BJP അവരുടെ പ്രധാന അജണ്ടയായി പറയുന്നതും പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കും എന്നുള്ള ആ മുദ്രാവാക്യത്തിലാണ് അവർ മുൻപോട്ട് പോകുന്നത്. അവർ പ്രകടന പത്രികയിൽ ഒന്നാമതായി അത് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവരുടെ പ്രധാന മുദ്രാവാക്യം കാശ്മീരിൽ പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കുമെന്നുള്ളതാണ്. ഇവിടെയാണ് റഷ്യ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാക് അധിനിവേശ കാശ്മീർ കൂടി അടങ്ങുന്ന ഇന്ത്യയുടെ ഭൂപടം പ്രസിദ്ധീകരിച്ചത്. ലോകത്തെ ഒരേ ഒരു രാജ്യമാണ് റഷ്യ അത്തരത്തിൽ പ്രസിദ്ധീകരിച്ചത്. ഇവിടെയാണ് ചൈനയുടെ ഒരു പിന്തുണയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ചൈന ഈ ഒരു പിടിച്ചെടുക്കലിലേക്ക് ഇന്ത്യ മുതിരുകയാണെങ്കിൽ, ചൈന കൂടി കണ്ണടച്ചാൽ ഒരുപക്ഷെ യുദ്ധം പോലും വേണ്ടാതെ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് അടക്കം പറയുന്നത്, ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകും എന്ന് പറയുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ പാക് അധിനിവേശ കാശ്മീരിലടക്കം വിന്യസിച്ചിരിക്കുന്ന ചൈനയുടെ ഉപകരണങ്ങളാണ്. ചൈനയുടെ ഒരു സഹായത്തിൽ മാത്രമാണ് പാകിസ്ഥാൻ എന്തെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഈ റഷ്യയും ചൈനയും തമ്മിൽ നല്ല ഒരു ബന്ധത്തിലുമാണ്. അങ്ങനെയെങ്കിൽ ചൈന ഈ ഒരു വിഷയത്തിൽ സജീവമായി പാകിസ്ഥാനെ സഹായിക്കാതിരിക്കാമെങ്കിൽ ഒരുപക്ഷെ രക്തം പൊടിയാതെ തന്നെ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിരിക്കാം. ഇല്ലെങ്കിൽ അടുത്ത ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഒരു സംഭവത്തിൽ അത് ഇന്ത്യയുടെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരക്കിട്ടാണ് റഷ്യയിലേക്ക് എത്തുകയും നിർണായകമായ ചില കൂടിക്കാഴ്ചകളും നീക്കങ്ങളും നടത്തുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പാക് അധിനിവേശ കാശ്മീരിൻ്റെ പേരിൽ BJP നടത്തുന്ന ആ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം, അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കും എന്നുള്ള ആ ഒരു മുദ്രാവാക്യവുമായിട്ട് ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിന് പോകുന്നു. റഷ്യയിൽ അടിയന്തരമായ ഒരു കൂടിക്കാഴ്ച നടക്കുന്നു. ആ കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു നിർണായക തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാകുമെന്ന് ഏവരും കരുതുന്നു. കാരണം ഇതിൻ്റെ മുന്നോടിയായിട്ടാകണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യ അത്തരത്തിലൊരു ഭൂപടം പ്രസിദ്ധീകരിച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.